ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ദേവസ്വം വിജിലൻസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. ദേവസ്വം വിജിലൻസിന് മുന്നിൽ മൊഴിയും ബാങ്ക് രേഖകളും ഹാജരാക്കിയാണ് അദ്ദേഹം പ്രതികരിച്ചത്. തന്നെ ആരും പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിച്ചിട്ടില്ല എന്നും സത്യം പുറത്തു വരുമെന്നും അദ്ദേഹം ആവർത്തിച്ചു പറയുകയാണ്. നേരത്തെ ഹൈക്കോടതിയിൽ ഇൻകം ടാക്സ് അടച്ചതിന്റെ വിശദാംശങ്ങൾ പോറ്റി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അക്കൗണ്ടുകളിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നതായി ദേവസ്വം വിജിലൻസിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് അന്വേഷണം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ലഭിച്ച പണം മറ്റു വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ എന്നിവയെ കുറിച്ചുള്ള വിശദമായി ചോദിച്ചറിഞ്ഞിരിക്കുകയാണ്. മണ്ണന്തലയിൽ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന വീട്ടിലെ കാറ് കത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ മുൻപ് ഒരു കേസ് നിലവിലുണ്ടായിരുന്നു. എന്നാൽ ഈ കേസിൽ അദ്ദേഹത്തെ കുറ്റക്കാരനെ കണ്ടെത്താനായില്ല എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ വിഷയത്തിലും വിശദാംശങ്ങൾ ശേഖരിച്ചിരിക്കുകയാണ്. സ്വർണ്ണപ്പാളി സംബന്ധിച്ച വിഷയത്തിൽ പതിവ് പ്രതികരണം തന്നെയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്നും ഇന്നും ഉണ്ടായത്. ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ തനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യം വേണമെന്നും അദ്ദേഹം നിലപാടെടുത്തു. സ്വർണ്ണപ്പാളി വിഷയത്തിൽ വരും ദിവസങ്ങളിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും സ്പോൺസർമാരാവുന്നവരുടെയും മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസുകളിൽ അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ദേവസ്വം വിജിലൻസ് ആലോചിക്കുകയാണ്. ഈ അന്വേഷണം പോറ്റിയുടെ സാമ്പത്തിക സ്രോതസ്സുകളെയും ഇടപാടുകളെയും സംബന്ധിച്ചുള്ള ദുരൂഹതകൾ നീക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതേസമയം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയ പാളികൾ ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തിയതിനു ശേഷം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടികൾ വൻ വിവാദങ്ങൾക്ക് വഴിവെക്കുകയാണ്. സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയപ്പോൾ മേൽനോട്ടം വഹിക്കേണ്ട തിരുവാഭരണം കമ്മീഷണർ യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളത് സംശയങ്ങൾക്ക് ബലം നൽകുകയാണ്. പാളികൾ പുനഃസ്ഥാപിച്ചപ്പോൾ ഭാരം പോലും കണക്കാക്കിയില്ല എന്ന് വ്യക്തമാക്കുന്ന മഹസർ റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് വിഷയത്തിൽ കൂടുതൽ ദുരൂഹത ഉടലെടുത്തത്. 1999 പൊതിഞ്ഞ സ്വർണം പെട്ടെന്ന് നശിക്കില്ല എന്ന് ജോലി ചെയ്ത ജ്വല്ലറി ഉടമ വ്യക്തമാക്കിയിട്ടും 2019 ജൂലൈ 5 ദേവസ്വം ബോർഡ് സ്വർണത്തെ ചെമ്പായി രേഖപ്പെടുത്തുകയായിരുന്നു. ഈ നടപടി ആസൂത്രിത അട്ടിമറിയാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ശില്പങ്ങളുടെ പാളി കൈമാറാൻ ഉത്തരവുണ്ടായിരുന്നുവെങ്കിലും 2019 ജൂലൈ 20 നടന്ന കൈമാറ്റ ചടങ്ങിൽ തിരുവാഭരണം കമ്മീഷണർ വി ബൈജു പങ്കെടുത്തില്ല. മഹസറിൽ ഒപ്പിടുകയോ ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുകയോ ചെയ്തില്ല. ഇതോടെ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇഷ്ടാനുസരണം കൈകാര്യം ചെയ്യാൻ അവസരമുണ്ടായി. സെപ്റ്റംബർ 11 സ്വർണം പൂശിയ പാളികൾ തിരിച്ചെത്തിയപ്പോഴും തിരുവാഭരണം കമ്മീഷണറോ വിദഗ്ധരോ ഉണ്ടായിരുന്നില്ല. തിരിച്ചെത്തിയ പാളികളുടെ ഭാരം പോലും കണക്കാക്കാതെ പുനഃസ്ഥാപിക്കുകയായിരുന്നു. മേൽശാന്തിയും തന്ത്രിയും പരിശോധിച്ചതായി മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒപ്പിട്ട മേൽശാന്തി തന്നെ ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണ് ഒപ്പിട്ടത് എന്ന് വെളിപ്പെടുത്തിയത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. ദ്വാരപാലക ശില്പങ്ങൾക്ക് നിറം മങ്ങിയതായി ശ്രദ്ധിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുകയാണ്. ഇത് ആര് എന്തിനു വേണ്ടിയാണ് ശില്പങ്ങൾ മാറ്റാൻ തീരുമാനിച്ചത് എന്നുള്ള ചോദ്യം ബാക്കിയാക്കുകയാണ്.